ഞങ്ങൾ പൊന്നമ്മച്ചിനെ കയറ്റി വിട്ടതിന് ശേഷം ഞങ്ങൾ 2 നൈറ്റ് അവിടെ എറണാകുളത്ത് തങ്ങി. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ടില്ലായിരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മെട്രോയിൽ കയറി ഞങ്ങൾ സിറ്റിയിൽ ഷോപ്പിങ്ങിനൊക്കെ പോയി. അപ്പോൾ അത് കയറാനുള്ള തിക്കും തിരക്കുമാണ്. മെട്രോ ഇറങ്ങി നടന്ന് ഞങ്ങൾ ഷോപ്പ് ചെയ്യാനുള്ള കടകളിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് കാണും. ആ ലിസ്റ്റ് എടുക്കുക, എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവരോട് പറയുക, ആ ഫ്ലോറുകളിൽ പോവുക, സാധനങ്ങൾ എടുക്കുക, പെട്ടെന്ന് പരിപാടി തീർക്കുക, ഇറങ്ങുക. എനിക്കിങ്ങനെ കുറേ നേരം കടകളിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും ഉച്ചയായപ്പം വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചു, എവിടെയാണ് ഇവിടെ നല്ല ബിരിയാണി കിട്ടണത്? സിലോൺ ബേക്സിൽ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഹലോ മിസ്, ബിരിയാണി കഴിച്ചോ? എങ്ങനെയാണ് മാത്തപ്പ? നല്ലതാണോ? നമ്മൾ എന്ത് ബിരിയാണി കഴിക്കണേ? അല്ല, ബീഫ്. അടിപൊളി. ഞങ്ങളുടെ ബോയ്സ് ഏത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്താലും കുളിച്ച ഉടനെ ബാത്റൂം എടുത്തിടും. എന്നിട്ട് ജോസ് പ്രകാശിൻ്റെ പോലെ നടക്കും. എന്നാ പറ്റിയേ? It's taken a little while, so I was like, ഞാൻ ആദ്യം വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്തു. She was fumbling around with the room. She was like 2140 2410 2140. ഓ, അപ്പോൾ നീ മേക്ക് ഷുവർ ചെയ്തതാ. So I was like, I'm not sure she got it right. ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടായി എല്ലാവർക്കും സെറ്റാക്കി കൊടുക്കും. ചേട്ടായിയുടെ റോബ് ഇട്ടതിന് ചേട്ടായി ബാത്റൂം ഊരി മേടിക്കുന്ന സീൻ നിങ്ങൾ കാണാൻ മറക്കരുതേ. നല്ലതാണോ ബർഗർ? നിങ്ങക്ക് റോബ് ഇട്ടാലേ കഴിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ലുലു മാളിൽ കുഞ്ഞുങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പോയി. ആണോ? ലുലു മാളിൽ കയറി ഏവായ്ക്കും അവളുടെ കസിനും സെയിം ഉടുപ്പൊക്കെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ മേടിച്ചു. ബോയ്സ് ആ നേരത്തെ അതിലക്കടെ വട്ടം ചുറ്റി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ സൂര്യക്കേട്. പിന്നെ പിള്ളേർക്ക് മെക്ഡോണൾഡ്സ് ലഞ്ച് വേണമെന്ന് പറഞ്ഞ് അതും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.